നമസ്കാരം. മകരമാസത്തിലെ അവസാന വ്യാഴാഴ്ചയാണ് ഇന്ന്. ഐശ്വര്യദായകമായ ദിവസം തന്നെയാകുന്നു. ഫെബ്രുവരി 12, അതായത് ഇന്ന് മകരമാസത്തിലെ അവസാന വ്യാഴാഴ്ച. സനാതന വിശ്വാസപ്രകാരം നോക്കുമ്പോൾ സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാനും സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനും അത്രമേൽ പ്രാധാന്യമുള്ള ഒരു ദിവസമായി തന്നെ കണക്കാക്കാം. അതിനാൽ ഈ പുണ്യദിനത്തിൽ ഭഗവാന്റെ അനുഗ്രഹം നേടിയെടുക്കുവാൻ ഏവരും ശ്രമിക്കേണ്ടത് അനിവാര്യമാണ്. കാരണം ഇന്നേ ദിവസം ഭഗവാന്റെ അനുഗ്രഹത്താൽ പലവിധ നേട്ടങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ സാധിക്കും. അതിനായി വീടുകളിൽ ചെയ്യേണ്ടതോ ക്ഷേത്രത്തിൽ ചെയ്യേണ്ടതോ ആയ ചില കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ്. അതേക്കുറിച്ചാണ് ഈ അധ്യായത്തിലൂടെ ഇനി പരാമർശിക്കാനായി പോകുന്നത്. ഏവരും ഒരു നിമിഷം നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തിയുടെ നാമം കമന്റായി രേഖപ്പെടുത്തി വന്ദിക്കൂ. മഹാവിഷ്ണു ക്ഷേത്രം അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഇന്നേ ദിവസം ദർശനം നടത്തുക എന്ന കാര്യത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇന്നേ ദിവസം മനസ്സുരുകി പ്രാർത്ഥിക്കുന്ന ഭക്തർക്ക് അവരുടെ ജീവിതത്തിലെ ദുരിതങ്ങൾ നീങ്ങി ഐശ്വര്യം ജീവിതത്തിൽ വന്ന് ചേരും എന്നാണ് പറയുക. ഐശ്വര്യവർദ്ധനവാണ് ഫലമായി വന്നു ചേരുക. അതിനാൽ ഇന്നേ ദിവസം അതിരാവിലെ കുളിച്ച് ശുദ്ധിയോടെ പ്രത്യേകിച്ചും ക്ഷേത്ര ദർശനം നടത്തുന്നത് ഉത്തമമാണ്. ഇന്നേ ദിവസം അതിരാവിലെ തന്നെ വിളക്ക് തെളിയിക്കുമ്പോഴോ സന്ധ്യാസമയത്ത് വിളക്ക് തെളിയിക്കുമ്പോഴോ 5 തിരിയിട്ട ഭദ്രദീപം അല്ലെങ്കിൽ നിങ്ങൾ വിളക്ക് തെളിയിക്കുന്നത് എപ്രകാരമാണോ അപ്രകാരം തെളിയിക്കുകയാണ് എങ്കിലും സർവ്വ ഐശ്വര്യപ്രദമാണ്. ഇന്നേ ദിവസം വിളക്ക് തെളിയിക്കുന്നത് മുടങ്ങാൻ പാടില്ല എന്ന കാര്യം ഓർക്കണം. കൂടാതെ വിളക്ക് തെളിയിക്കുമ്പോൾ അത് നെയ്വിളക്കാണ് എങ്കിൽ സർവ്വ ഐശ്വര്യപ്രദമാണ് എന്ന് തന്നെ അർത്ഥമാക്കാം. ഇന്നേ ദിവസം അതിരാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ സന്ധ്യാസമയത്തോ ദർശനം നടത്തുമ്പോൾ നടത്തേണ്ടതായ വഴിപാടുകളെ കുറിച്ചും പരാമർശിക്കാം. ഇന്നേ ദിവസം ഭഗവാന് പ്രത്യേകിച്ചും നെയ്വിളക്ക് നടത്തി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. അത് ഐശ്വര്യവർദ്ധനവിന് മാത്രമല്ല ധനപരമായ നേട്ടങ്ങൾക്കും സാമ്പത്തിക ഉയർച്ചയ്ക്കും ഉത്തമമാണ്. കൂടാതെ ഭഗവാന് ഭാഗ്യസൂക്ത വഴിപാട് ഇന്ന് നിങ്ങളുടെ പേരിൽ നടത്തുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് ഏറ്റവും ഗുണകരമായി തീരും. കാരണം ഭഗവാന് അത്രമേൽ വിശേഷപ്പെട്ട ദിവസമാണ് ഈ വഴിപാടുകൾ നടത്തുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. അത് നിങ്ങൾക്ക് കൂടുതൽ ഗുണകരമായി തീരുകയും ചെയ്യും. കൂടാതെ തുളസിമാല ഇന്നേ ദിവസം ഭഗവാന് നടത്തി പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ അത് വിഷ്ണു പ്രീതിക്ക് ഭഗവാന് ഏറ്റവും ഉത്തമമാണ്. അതിനാൽ ഇന്നേ ദിവസം തീർച്ചയായും തുളസിമാല ഭഗവാന് ചാർത്തി പ്രാർത്ഥിക്കുവാൻ ശ്രമിക്കുക. അത് നിങ്ങളുടെ വീടുകളിൽ തന്നെ തയ്യാറാക്കി ഭഗവാനെ സമർപ്പിക്കാവുന്നതാണ്. വീടുകളിൽ നിന്നും ക്ഷേത്രത്തിൽ പോകുവാൻ സാധിക്കുന്നില്ല എങ്കിൽ വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിൽ ഭഗവാനെ ചാർത്തി പ്രാർത്ഥിക്കുന്നതും സർവ്വ ഐശ്വര്യപ്രദമാണ്. നിങ്ങളുടെ കൈകൊണ്ട് ഇപ്രകാരം തയ്യാറാക്കുന്നത് ഏറ്റവും ഉത്തമമായാണ് കണക്കാക്കുന്നത്. കൂടാതെ തൃക്കൈവെണ്ണ വഴിപാട് ഉണ്ണിക്കണ്ണന് പ്രിയപ്പെട്ട തൃക്കൈവെണ്ണ സമർപ്പിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചു പോരുന്ന തടസ്സങ്ങൾക്ക് ഏതൊരു കാര്യത്തിനും തടസ്സങ്ങൾ നേരിടുന്നവരാണ് എങ്കിൽ ആ തടസ്സങ്ങൾ നീങ്ങുവാനും ആഗ്രഹ സാഫല്യത്തിനും ഏറ്റവും ഉത്തമമാണ്. ആഗ്രഹങ്ങൾ നടക്കുന്ന ഒരു സാഹചര്യങ്ങൾ വന്നു ചേരും. കൂടാതെ സന്താന സൗഭാഗ്യത്തിനും മക്കളുടെ അഭിവൃദ്ധിക്കും സന്താന ലബ്ധിക്കായി പ്രാർത്ഥിക്കുന്നവർക്കും ഏറ്റവും ഉത്തമമായ ഒരു ദിവസം തന്നെയാകുന്നു.
ഇന്നേ ദിവസം സന്താന ഗോപാല പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുന്നത് സന്താന ഭാഗ്യം സിദ്ധിക്കുന്നതിന് സഹായകരമായി തീരും. അതിനാൽ ദമ്പതികൾ ഇന്നേ ദിവസം സന്താന ഗോപാല പുഷ്പാഞ്ജലി നടത്തുന്നത് ഏറ്റവും ഉത്തമമാണ്. ഇനി അഥവാ അവർക്ക് നടത്തുവാൻ സാധിക്കുന്നില്ല എങ്കിൽ കുടുംബത്തിലെ മറ്റൊരു അംഗത്തിനാണ് എങ്കിലും അവരുടെ പേരിൽ നടത്താവുന്നതാണ്. സന്താനങ്ങൾക്ക് അഥവാ നിങ്ങളുടെ സന്താനങ്ങൾക്ക് ആയുരാരോഗ്യ സൗഖ്യങ്ങളും പഠനത്തിലും ജീവിതത്തിലും അഭിവൃദ്ധി ഉണ്ടാകുവാനും ഈ വഴിപാട് ഉത്തമമാണ്. സന്താനലബ്ധിക്ക് മാത്രമല്ല, സന്താനങ്ങളുടെ ഉയർച്ചയ്ക്കും ഏറ്റവും ഉത്തമമാണ്. പ്രത്യേകിച്ചും പഠനത്തിനും ആയുരാരോഗ്യ സൗഖ്യങ്ങൾക്കും ഉത്തമമായി തന്നെ കണക്കാക്കാം. അതിനാൽ ഈ വഴിപാട് ആർക്കും നടത്താവുന്ന ഒരു വഴിപാട് തന്നെയാണ്. അതിനാൽ തീർച്ചയായും ഈ വഴിപാട് നടത്തുവാൻ ഏവരും ഇന്നേ ദിവസം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ പരാമർശിച്ചിരിക്കുന്ന എല്ലാ വഴിപാടുകളും നടത്താൻ സാധിച്ചില്ല എങ്കിലും സാധിക്കുന്ന വഴിപാടുകൾ ഇന്നേ ദിവസം നടത്തി പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ അസുലഭമായ അവസരം നിങ്ങൾ പാഴാക്കാതെ ക്ഷേത്ര ദർശനം നടത്തി ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾ നേടിയെടുക്കണം. കൂടാതെ ഇന്നേ ദിവസം ശരീരശുദ്ധിയും മനഃശുദ്ധിയും അത്രമേൽ അനിവാര്യമായ ഒരു ദിവസം തന്നെയാണ്. അതിനാൽ ഒരിക്കലും ശരീരശുദ്ധിയോടെയും മനഃശുദ്ധിയോടെയും അല്ലാതെ ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കാൻ പാടുള്ളതല്ല, അല്ലെങ്കിൽ വിളക്ക് തെളിയിക്കുവാൻ പാടുള്ളതല്ല. ശരീരശുദ്ധിയോടെയും മനഃശുദ്ധിയോടെയും തെളിയിക്കുകയാണ് എങ്കിൽ പെട്ടെന്നായിരിക്കും ഫലം സിദ്ധിക്കുക. കൂടാതെ ഇന്നേ ദിവസം നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കുക എന്നുള്ളതാണ്. ആർക്കും എളുപ്പത്തിൽ ജപിക്കുവാൻ സാധിക്കുന്ന ചില മന്ത്രങ്ങളെക്കുറിച്ച് ഇനി പരാമർശിക്കാം. ഈ മന്ത്രം നിങ്ങൾക്ക് അതിരാവിലെ വിളക്ക് തെളിയിക്കുമ്പോൾ 108 അല്ലെങ്കിൽ 21 തവണ ജപിക്കാം. സാധിക്കുന്നില്ല എങ്കിൽ സന്ധ്യാസമയത്താണ് എങ്കിലും, അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ കേൾക്കുന്നത് രാത്രിയിലാണ് എങ്കിലും നിങ്ങൾക്ക് സമർപ്പിച്ച് അല്ലെങ്കിൽ ഭഗവാന് മനസ്സർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ്. ഓം ക്ലീം കൃഷ്ണായ നമ എന്ന ഭഗവാന്റെ അതിവിശേഷപ്പെട്ടതായ മന്ത്രം ഇന്നേ ദിവസം നിങ്ങൾക്ക് 108 ജപിക്കുവാൻ സാധിക്കുന്നു എങ്കിൽ അത് ഏറ്റവും വിശേഷമാണ്. 108 തന്നെ ഭഗവാന്റെ ഈ മൂലമന്ത്രം ജപിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഇന്നേ ദിവസം ഓം നമോ നാരായണായ എന്ന ഭഗവാന്റെ അതിവിശേഷപ്പെട്ടതായ മന്ത്രം ജപിക്കുന്നതും ഏറ്റവും ഉത്തമമാണ്. വിഷ്ണു ഭഗവാന്റെ മൂലമന്ത്രം ഓം നമോ നാരായണായ എന്ന മന്ത്രം ഇന്നേ ദിവസം നിങ്ങൾ എത്രമേൽ ജപിക്കുന്നുവോ അത്രമേൽ ഐശ്വര്യങ്ങൾ ആ വീടുകളിലേക്ക് ആ കുടുംബാംഗങ്ങളെ തേടിയെത്തും. അതിനാൽ ഇന്നേ ദിവസം നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ അവസരം കൃത്യമായി തന്നെ നിങ്ങൾ വിനിയോഗിക്കേണ്ടതായിട്ടുണ്ട്. ഈ 2 മന്ത്രങ്ങൾ ഇന്നേ ദിവസം പ്രത്യേകിച്ചും രാത്രിയിലാണ് എങ്കിലും നിങ്ങൾക്ക് ഒരു തവണയാണ് എങ്കിലും ജപിക്കുന്നത് സർവ ഐശ്വര്യപ്രദമാണ്. ഭഗവാന്റെ സാന്നിധ്യം അത്രമേൽ അനുഭവിച്ചറിയുവാൻ സാധിക്കുന്ന ഈ ദിവസം നിങ്ങൾ ചെയ്യുന്നതായ ഈ പ്രവൃത്തികൾ അത് നിങ്ങൾക്ക് കൂടുതൽ ഐശ്വര്യവർദ്ധനവിന് സഹായകരമായി തീരുകയും ചെയ്യും. അതിനാൽ ഈ കാര്യങ്ങൾ ഇന്നേ ദിവസം ഏവരും പ്രവർത്തിക്കുക. ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിലേക്ക് കടന്നു വരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു.